കടുത്ത നിബന്ധനകളിൽ നിന്നും വ്യതിചലിച്ച് UAE ഓരോന്നായി അയയുകയാണ്. ഇപ്പോഴത്തെ പ്രവാസികൾക്കേറെ സന്തോഷകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. UAEയിൽ നിന്നും വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമായിരുന്നു ആദ്യം യാത്ര പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർക്കും അനുമതി നൽകിയിരിക്കുകയാണ് UAE. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രയ്ക്ക് വാക്സിനേഷൻ വേണമെന്ന നിബന്ധന ഒഴിവാക്കിയിരിക്കുകയാണ് അധികൃതർ. വാക്സിൻ എടുക്കാത്ത ദുബായ് റെസിഡൻസ് വിസക്കാർക്കും ദുബായിലേക്ക് പ്രവേശിക്കാമെന്ന് വിവിധ വിമാന കമ്പനികൾ അറിയിച്ചു. 48 മണിക്കൂറിനുള്ളിൽ ലഭിച്ച കോവിഡ് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, പുറപ്പെടുന്ന വിമാനത്താവളത്തിൽ നിന്നുള്ള കോവിഡ് പരിശോധനാ ഫലം എന്നിവ നിർബന്ധമാണ്. GDRFയുടെ അനുമതിയും നേടണം. ഇത് സംബന്ധിച്ച് എയർ ഇന്ത്യ, വിസ്താര ഉൾപ്പെടെയുള്ള എയർലൈനുകൾ പുറത്തിറക്കിയ പുതിയ സർക്കുലറിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ദുബായ് റെസിഡന്റ് വിസ മാത്രമാണ് വാക്സിനേഷനില്ലാത്ത യാത്രയ്ക്ക് അനുമതി. അതേസമയം UAEയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമാണ് അബുദാബി, ഷാർജ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ പ്രവേശനാനുമതിയുള്ളത്. ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച റെസിഡന്റ് വിസക്കാർക്ക് UAEയിലേക്ക് മടങ്ങാൻ അനുമതി നൽകിയതായി നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. ഇത്തരത്തിൽ കുറെ യാത്രക്കാർ ഇന്ന് രാവിലെ ദുബായിലേക്ക് എത്തുകയും ചെയ്തു. രണ്ടാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിച്ച് 14 ദിവസം പിന്നിട്ടവർക്കായിരുന്നു അനുമതി. ഏറെ മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച മുതലാണ് ഇന്ത്യ അടക്കം 6 രാജ്യക്കാർക്ക് UAEയിലേക്ക് പ്രവേശനാനുമതി നൽകിയത്. അതേസമയം സന്ദർശക വിസക്കാർക്ക് വൈകാതെ യാത്രാനുമതി ലഭ്യമാക്കുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഇറക്കിയ സർക്കുലറിൽ UAEയിൽ നിന്നെടുത്ത വാക്സിൻ നിർബന്ധമാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പുതിയ സർക്കുലർ പ്രകാരം GDRFയുടെ അനുമതിയും 48 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR പരിശോധനാ ഫലവും 4 മണിക്കൂറിനുള്ളിൽ എടുത്ത റാപ്പിഡ് PCR പരിശോധനാ ഫലവും ഉണ്ടെങ്കിൽ ദുബായിലേക്ക് യാത്ര ചെയ്യാം. എമിറേറ്റ്സ് എയർലൈനും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. യാത്രക്കാരന്റെ സംശയത്തിന് ട്വിറ്ററിൽ നൽകിയ മറുപടിയിലാണ് എമിറേറ്റ്സ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കൂടാതെ ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ദുബായിലേക്ക് മടങ്ങാമെന്നാണ് ഫ്ലൈ ദുബായും ഇൻഡിഗോ എയർലൈനും സർക്കുലറിൽ അറിയിച്ചിരിക്കുന്നത്. രണ്ടാം ഡോസ് എടുത്ത് 14 ദിവസം പിന്നിട്ടവരായിരിക്കണം എന്നും സർക്കുലറിൽ പറയുന്നു. നിലവിൽ ദുബായ് വിസക്കാർക്ക് മാത്രമേ ദുബായിലെ വിമാനത്താവളങ്ങളിൽ അനുമതി നൽകിയിട്ടുള്ളൂ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.